രാജ്യമാണെങ്കിലും ഒരു അൺസ്റ്റേബിൾ രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഇന്റർനെറ്റിനെ കാണുന്നത് ഒരു ടെസ്റ്റമെന്റ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ പോലും നാളെ ഗവൺമെന്റ് ഇതുപോലുള്ള ഒരു ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും ദർ ബി റിയാക്ഷൻ ഫ്രം ദ യങ് പീപ്പിൾ. അദ്ദേഹം വരികയാണെങ്കിൽ അത് ഇതിനേക്കാളും കൂടുതൽ ലിബറൽ ആയിരിക്കും. ഇതൊരു പ്രത്യേക തരം കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇന്റർനെറ്റിന്റെ പ്രാധാന്യം അവർക്കുള്ളത് കൊണ്ട് അതൊരു അൺജസ്റ്റിഫൈഡ് റെസ്ട്രെയിൻ്റ് ആണെന്നുള്ള വിചാരം കൊണ്ടായിരിക്കും. ബോർഡർ ക്ലോസ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ നിയന്ത്രിച്ചു. അമേരിക്കയ്ക്ക് കൺസേൺ ആവേണ്ട തരത്തിലുള്ള ഒരു പ്രവർത്തനമൊന്നും അവിടെ നടന്നിട്ടില്ല. നമ്മൾക്കാണ് അതിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാവുന്നത്. സർ, ജെൻസി വിപ്ലവത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാർ. സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനത്തിനെതിരെ സംഘടിച്ച രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധം കൊടുങ്കാറ്റായതോടെ നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് രാജിവെച്ച് രാജ്യം വിട്ടുപോകേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നേപ്പാളി യുവത്വം തെരുവിലിറങ്ങിയത്? എന്തായിരുന്നു നേപ്പാളിലെ സാമൂഹിക മാധ്യമ നിരോധനത്തിന്റെ പശ്ചാത്തലം? ഒപ്പം എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് സാർ ഈ നേപ്പാളിലെ പ്രക്ഷോഭത്തെ നോക്കിക്കാണുന്നത്? നേപ്പാൾ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അതുപോലെ തന്നെ വലിയ യുദ്ധങ്ങളിലൊന്നും ഏർപ്പെട്ടില്ലാത്ത രാജ്യമാണെങ്കിലും ഒരു അൺസ്റ്റേബിൾ രാജ്യമാണ് നേപ്പാൾ. അത് വിശേഷിച്ചും റോയൽറ്റിയെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം ധാരാളം ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഇന്ത്യയോട് കൂറു പുലർത്തുന്നതാണ് മിക്കവാറും രാജ്യങ്ങളെല്ലാം. ഈ പാർട്ടികളും പ്രധാനമന്ത്രിമാരും ഒക്കെ ഇന്ത്യയുമായിട്ട് സൗഹൃദം പുലർത്തുന്നുമുണ്ട്. പക്ഷേ അവർക്ക് നേപ്പാളിന് ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട്, അവർ ലാൻഡ് ലോക്ക് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇന്ത്യയുടെ ധാരാളം കൺസെഷൻസ് അവർക്ക് ആവശ്യമാണ്. പക്ഷെ എന്നാലും അവരെപ്പോഴും ഫോളോ ചെയ്തിരിക്കുന്ന ഒരു പോളിസി ഇന്ത്യയും ചൈനയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള സഹായം അവർക്ക് ആവശ്യമുണ്ട്, ചൈനയിൽ നിന്നും ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ അവർ രണ്ടുപേരുമായിട്ടും കഴിയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ള ഒരു അപ്രോച്ചാണ് നേപ്പാളിൻ്റെ. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ ലെഫ്റ്റിസ്റ്റ് ഓറിയന്റേഷനുള്ള ഗവൺമെൻറ്റുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അല്ലാത്തവരും വരുന്നുണ്ട്, കൂടുതലും പേഴ്സണാലിറ്റീസാണ്, അല്ലാത്ത പാർട്ടികളല്ല അവിടെ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സസ്പെക്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്, ചൈനയെ സസ്പെക്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും പ്രധാനം ഇന്ത്യ തന്നെയാണ്. കാരണം നമ്മൾക്ക് വളരെ ഫ്രീ ട്രാൻസ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് ഇന്ത്യയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിൽ തന്നെ ജോലി ചെയ്യാനുള്ള ചില ജോലികൾക്കെല്ലാം അവർ ഓത്തറൈസ്ഡ് ആണ്. അപ്പോൾ നേപ്പാൾ ഇന്ത്യ ബന്ധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. പക്ഷെ അതേസമയം അവർ ചൈനയും കൂടി ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമുള്ളത് കൊണ്ടാണ് കുറച്ച് ടെൻഷൻസൊക്കെ ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഇതുണ്ട്, ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടുണ്ട്. ഒരു ഭാഗം നേപ്പാളിൻ്റെ ഭാഗം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നൊരു പരാതി അവർക്കുണ്ട്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നേപ്പാളുമായിട്ട് നല്ല ബന്ധവും ആകെ ലോകത്തുള്ള ഒരു ഹിന്ദു രാജ്യമാണല്ലോ നേപ്പാൾ. അപ്പോൾ അവരുടെ ഒരു പ്രിഫറൻസ് ഇന്ത്യയായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ഇന്റേണൽ പോളിസീസ് കാരണം ഇന്ത്യയുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇമ്പോസ് ചെയ്തതും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തതും ഇന്റർനെറ്റിൽ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ. അപ്പോൾ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഇന്റർനെറ്റിനെ കാണുന്നത് ഒരു ടെസ്റ്റമെന്റ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ലോകമായിട്ട് ബന്ധം പുലർത്താനും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റിനെ ഇത്രയധികം നിയന്ത്രിച്ചാൽ അത് പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ പോലും നാളെ ഗവൺമെന്റ് ഇതുപോലുള്ള ഒരു ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും ദർ ബി റിയാക്ഷൻ ഫ്രം ദ യങ് പീപ്പിൾ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ തന്നെ അറിയാതെ ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു യങ്സ്റ്ററാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്ന് പറയുന്നു. അദ്ദേഹം വരികയാണെങ്കിൽ അത് ഇതിനേക്കാളും കൂടുതൽ ലിബറൽ ആയിരിക്കും. അപ്പോൾ ഒരു ലിബറലിസത്തിലേക്കാണ് നേപ്പാൾ പോകുന്നത്. അതിനുവേണ്ടി അവർ ഫൈറ്റ് ചെയ്യാനും തയ്യാറാണെന്നാണ് ചെറുപ്പക്കാരായ നേപ്പാളികൾ വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോഡേൺ ഗാഡ്ജറ്റ്സ്, മോഡേൺ ടെക്നോളജിയിലൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതില്ലാതിരുന്നാൽ അവർ ലോകത്ത് നിന്ന് വേർപെട്ടു പോകുമോ എന്നുള്ള ഭയമായിരിക്കണം ഈ ചെറുപ്പക്കാരെ ഇതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ അത് ഒരു ലാസ്റ്റിംഗ് ആയിരിക്കുമോ, അതോ പുതിയ ഗവൺമെൻറ് ലിബറലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം മാറുമെന്നോ നമുക്ക് കണ്ടറിയേണ്ടി വരും.
സർ, ശരിക്കും സമീപകാലത്ത് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കണ്ട ചില കാഴ്ചകളെ ഓർമ്മിപ്പിക്കുന്നതാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അട്ടിമറിക്കു പിന്നിൽ ജെൻസിയാണോ ഡീപ് സ്റ്റേറ്റ് ആണോ? അതെ, അത് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ആ ലിങ്കപ്പ് എനിക്ക് തോന്നുന്നില്ല. ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെയാണോ അതോ മറ്റു സ്ഥലത്തുണ്ടായതുപോലെയാണോ? ഇതൊരു പ്രത്യേക തരം കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇന്റർനെറ്റിന്റെ പ്രാധാന്യം അവർക്കുള്ളത് കൊണ്ട് അതൊരു അൺജസ്റ്റിഫൈഡ് റെസ്ട്രെയിൻ്റ് ആണെന്നുള്ള വിചാരം കൊണ്ടായിരിക്കും. അത് മറ്റ് മൂവ്മെന്റ്സുകൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ്, അഗൈൻസ്റ്റ് ഹസീന. ഇത് അങ്ങനെയല്ലല്ലോ. അതുപോലെ ശ്രീലങ്കയിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഒരേപോലെയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതില്ല. നേപ്പാളിലെ പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നം അവർ ഹാൻഡിൽ ചെയ്തു. അതിൽ നിന്നൊരു പുതിയ ഗവൺമെന്റ് ഉണ്ടാവുകയും ഒരു ലിബറലായിട്ട് ഗവൺമെന്റ് യങ്സ്റ്റേഴ്സിനെ സഹകരിക്കുകയും ചെയ്താൽ ഇത് ഒരു നോർമൽസിയിലേക്ക് പെട്ടെന്ന് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുമായി 1751 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന കടൽ തീരമില്ലാത്ത രാജ്യമായ നേപ്പാളുമായി ഇന്ത്യക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ നീളുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങളുണ്ട്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു ഉലച്ചിലുകൾ പോലും നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിന്റെ ഓളമുണ്ടാക്കും. അപ്പോൾ അയൽ രാജ്യങ്ങളിൽ വന്ന അധികാര കൈമാറ്റം, ജനകീയ പ്രക്ഷോഭം, അത് ഏതെങ്കിലും രൂപത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുകയാണല്ലോ. നമ്മൾ കേട്ടപ്പോൾ തന്നെ ബോർഡർ ക്ലോസ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ നിയന്ത്രിച്ചു. നമ്മുടെ മിലിറ്ററി തന്നെ റെഡി ടു ആക്ട്, എന്തെങ്കിലും ആവശ്യമില്ലാതെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കാരണം നമ്മളവരെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൻ്റെ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് താല്പര്യമുണ്ട്. അവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴും ഇതുപോലെയുള്ള ഗവൺമെൻറ് വിരുദ്ധമായ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡെമോൺസ്ട്രേഷൻസിനെയൊക്കെ ഇന്ത്യ സഹകരിക്കാറില്ല. അവരവരുടെ ഗവൺമെൻറ്റുമായി തന്നെ അത് ഡീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾക്കുള്ള പ്രശ്നം അവിടെ നിന്ന് റെഫ്യൂജീസ് വരികയോ അല്ലെങ്കിൽ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്, അത് നമുക്ക് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായെന്ന് വരാം. അതുകൊണ്ടാണ് നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന് ഗവൺമെൻറ് നമ്മുടെ സർവീസസിനോടെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. സർ, ഇതിനെല്ലാം അപ്പുറം ചൈനയുടെ അതിവേഗത്തിലുള്ള വളർച്ച അമേരിക്കയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ചൈനയുടെ ബെൽറ്റ് റോഡ് സംരംഭം ദക്ഷിണേഷ്യയിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും ഇൻഡോ പസഫിക്കിലെ കടന്നുകയറ്റത്തെയും തടയാൻ അമേരിക്ക ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായാണ് അവർ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ കരുതപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങളെയും പ്രതിഷേധങ്ങളെയൊക്കെ? ഇക്കാര്യത്തിൽ അങ്ങനെ സംശയിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്കയ്ക്ക് കൺസേൺ ആവേണ്ട തരത്തിലുള്ള ഒരു പ്രവർത്തനമൊന്നും അവിടെ നടന്നിട്ടില്ല. അതൊരു പ്യുവർലി ഇന്റേണൽ സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതവരെ അമേരിക്ക അലസരപ്പെടുത്തുന്നതെന്ന് തോന്നുന്നില്ല. നമ്മൾക്കാണ് അതിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാവുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടും. ഒരു ലിബറേറ്റഡ് അറ്റ്മോസ്ഫിയർ യങ്സ്റ്റേഴ്സിന് കിട്ടും എന്നുള്ളതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒലിയുടെ ഗവൺമെൻറ് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇനി ഏത് ഗവൺമെൻറ്റാണ് വരുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക.